ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ ഇഡി. ഡൽഹി മദ്യനയ അഴിമതി കേസിന് പുറമെ ജൽ ബോർഡ് കേസിലും കെജ്രിവാളിനെ സമൻസ് അയച്ചിരിക്കുന്നു. മാർച്ച് 8 ഡൽഹി ജൽ ബോർഡ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21 ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നോട്ടീസ് നൽകി. 9ാം തവണയാണ് കെജ്രിവാളിനെ ഇഡി സമൻസ് അയക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അർജുൻ, പുതിയ കുരുക്ക് മുറുക്കുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഏജൻസി? തെളിവുകൾ എന്തൊക്കെ? നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രതീക്ഷ, നാളെയും വ്യാഴാഴ്ചയുമാണ് ഇ.ഡി. അരവിന്ദ് കെജ്രിവാളിനോട് ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടും വ്യത്യസ്ത കേസുകളാണ്. നാളെ ഹാജരാകേണ്ടത് പ്രധാനമായിട്ടും ഡൽഹി ജൽ ബോർഡ് അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. ഡൽഹി ജൽ ബോർഡ് അഴിമതി കേസ് എന്ന് പറയുന്നത് RKG ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ചില കരാർ ജോലികൾ ചെയ്യാനായിട്ട് 38 കോടി രൂപയുടെ കൈക്കൂലി വാങ്ങിയെന്നുള്ളതാണ്. ഈ കൈക്കൂലി വാങ്ങിയത് ഇലക്ഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നു. അതുമായി ബന്ധപ്പെട്ട് 2 ജൽ ബോർഡ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആം ആദ്മി സർക്കാരിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 9ാമത്തെ സമൻസ് മദ്യനയ അഴിമതി കേസിൽ അത് വ്യാഴാഴ്ചയാണ്. പക്ഷേ ആ കേസിൽ ഇതിനോടകം തന്നെ കോടതിയിൽ പോയി അരവിന്ദ് കെജ്രിവാൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതിനോട് ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാൻ ഉറച്ച് ഇഡിയുടെ പുതിയ നീക്കം വരുന്നു. ജൽ ബോർഡ് മായി ബന്ധപ്പെട്ടാണ് പുതിയ സമൻസ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയുടെ മുഖ്യമന്ത്രി, ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാൻ ഉറയ്ക്കുന്നു. പിന്നാലെ പോകുന്നു കേന്ദ്ര ഏജൻസി.